Hi friends, അപ്പോൾ Rrb Ntpc മാത്തമാറ്റിക്സ് സെഷൻ്റെ രണ്ട് പാർട്ട് നമ്മളിപ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ആദ്യത്തെ പാർട്ടിൽ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എല്ലാം പറഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ പോർഷനിൽ യൂണിറ്റ് ഡിജിറ്റിൻ്റെ ടെസ്റ്റിംഗ് ഫോർ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടൊന്ന് പോയി കാണാം. ഇപ്പം അടുത്ത് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തിൻ്റെ പാർട്ട് 3, അതായത് ടെസ്റ്റ് ഫോർ പ്രൈം നമ്പർ. നമ്മൾ പ്രൈം നമ്പറിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചതാണ്. ആ പ്രൈം നമ്പറിൻ്റെ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് Rrb ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പാണെന്നുള്ളതാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാനുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ രണ്ട് വീഡിയോ കാണാത്തവർ നിർബന്ധമായിട്ട് അന്ന് കാണാം. അപ്പോൾ ക്രാക്ക് Rrb Ntpcയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സിൻ്റെ ടെസ്റ്റാണ്. അതായത് എങ്ങനെയാണ് ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിച്ച കാര്യം തന്നെയാണ് പ്രൈം നമ്പേഴ്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം. അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഈസ് ഡിവിസിബിൾ ഓൺലി ബൈ 1 ആൻഡ് ദ നമ്പർ. അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ 1നെ കൊണ്ടും പിന്നെ ആ നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. മറ്റൊരു കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു നമ്പർ ഉപയോഗിച്ചും ആ നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനുള്ള എക്സാമ്പിൾസ് ആണ് പ്രൈം നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ പോകും. ഇതൊക്കെ പ്രൈം നമ്പേഴ്സിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ പ്രൈം നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. 2 ആണ് ഈവൻ ആയിട്ടുള്ള ഓൺലി പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ലോവസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ലോവസ്റ്റ് ഈവൻ പ്രൈം നമ്പർ 2 ആണ്. അതുപോലെ ലോവസ്റ്റ് ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ 1നെ നമ്മൾ ഒരിക്കലും പ്രൈം നമ്പറായിട്ടോ കോമ്പോസിറ്റ് നമ്പറായിട്ടോ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് പ്രൈം നമ്പറിനെ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പ്രാവശ്യം കൂടി പറഞ്ഞത്. അടുത്തത് ദർ ആർ 25 പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 100. 1നും 100നും ഇടയിൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ നമ്പേഴ്സൊക്കെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് അതിലോട്ടൊന്ന് ആ നമ്പേഴ്സിലൊന്ന് നോക്കിക്കോ. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഏതെല്ലാമാണ് 1നും 100നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ്. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഇതൊക്കെയാണ് 1നും 100നും ഇടയിലുള്ള 25 പ്രൈം നമ്പേഴ്സ്. 1നും 100നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് പറഞ്ഞ പോലെ നമുക്ക് 100നും 200നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് കൂടി നോക്കാം. 100നും 200നും ഇടയിൽ 21 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. അതിവിടെ കാണാമല്ലോ നിങ്ങൾക്ക്. ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോ. 25 നേരത്തെ 1നും 100നും ഇടയിൽ പറഞ്ഞ പോലെ തന്നെ 100നും 200നും ഇടയിലുള്ള 21 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയിക്കോളൂ കേട്ടോ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളെ ശരിക്കുള്ള പ്രോബ്ലം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ നോക്കാം. ടു ഫൈൻഡ് വെദർ എ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ Rrb ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അതിനിപ്പം പ്രധാനമായിട്ടും ഞാനിവിടെ 2 ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ട്രിക്കിലേക്ക് പോകാം. ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾക്ക് തന്ന നമ്പർ 49 കുറവുള്ള 49 താഴെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അത് എങ്ങനെയാണ് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് വെദർ ദ നമ്പർ ഈസ് divisible by 3. If it is completely divisible by 3, then it is not a prime number. അതായത് 49 താഴെയുള്ള ഒരു നമ്പർ നിങ്ങൾക്ക് തന്നു. ആ നമ്പർ 3നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കില്ല. നേരെ മറിച്ച് ആ നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ നമ്പർ പ്രൈം നമ്പർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഞാൻ തന്നിട്ടുണ്ട്. 47 നമ്മൾ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടും, അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം 47 ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3, സോ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. അതൊരു പ്രൈം നമ്പർ ആണ്
എന്തുകൊണ്ട്? അതിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല 3നെ കൊണ്ട്. അതുകൊണ്ട് അതൊരു പ്രൈം നമ്പർ ആണ്. മനസ്സിലായോ? ട്രിക്ക് 1ലെ ഒരു ഫസ്റ്റ് പോയിൻ്റാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റ് എന്താണെന്ന് നോക്കാം. അടുത്തത് ഫോർ നമ്പേഴ്സ് എബോവ് 49 ആൻഡ് ബിലോ 129. അതായത് 49 മുകളിലും 129 താഴെ ആയിട്ടുള്ള നമ്പേഴ്സ് പ്രൈം നമ്പർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഫസ്റ്റിലെ കേസിൽ 49ൻ്റെ കേസിൽ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നോക്കിയത്. ഇവിടെ അതിൻ്റെ കൂടെ 3ൻ്റെ കൂടെ 7നെ കൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമുക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പർ 3നെ കൊണ്ടും 7നെ കൊണ്ടും ചെയ്ത് നോക്കുക. 3നെ കൊണ്ടും 7നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കില്ല. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കും. ഓക്കെ. പക്ഷെ ഇവിടെ അതിനൊരു എക്സാമ്പിളാണ്. ഇവിടെ 77 ഉണ്ടോ? 77, അതുപോലെ 91, 119 ഈ 3 നമ്പേഴ്സും 3നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. എന്നിട്ടും അത് പ്രൈം നമ്പർ അല്ല. എന്തുകൊണ്ട്? ആ 77, 91, 119 നമുക്ക് 7നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് 77, 91 ആൻഡ് 119 അതൊരു പ്രൈം നമ്പർ അല്ല എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നിങ്ങളിപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ 2നെ കൊണ്ടും, അതായത് 3നെ കൊണ്ടും 7നെ കൊണ്ടും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയേ പറ്റൂ. കാരണം ഇപ്പോൾ സപ്പോസ് ഇവിടുത്തെ കേസ് തന്നെ 77നെ 3നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് നമുക്കതൊരു പ്രൈം നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം 7നെ കൊണ്ടും കൂടി ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കൊരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ട്രിക്ക് 1ലെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫോർ നമ്പേഴ്സ് എബോവ് 121, 121 മുകളിലും 169 താഴെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3, 7 അതിൻ്റെ കൂടെ നമുക്ക് 11 കൂടി എടുക്കാം. 3, 7, 11. അതായത് നിങ്ങൾക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പർ ഈ 3 നമ്പറിനെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കില്ല. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലെങ്കിൽ, നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കും. അപ്പം ഇവിടെ മെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഡിവിസിബിലിറ്റി റൂള് എല്ലാവരും നിർബന്ധമായി പഠിച്ചിരിക്കണം. ആ ഡിവിസിബിലിറ്റി റൂളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ആ വീഡിയോ നിങ്ങൾ അതിൽ ഓരോ നമ്പേഴ്സിൻ്റെയും ഡിവിസിബിലിറ്റി റൂള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളെന്തായാലും പഠിക്കണം. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും 3 നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് 3നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും അത് പ്രൈം നമ്പർ അല്ല. കാരണം ആ നമ്പേഴ്സിനെ നമുക്ക് 7, 11, 7 ആ നമ്പേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യാം, ഈ തന്ന നമ്പേഴ്സിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ നമ്പേഴ്സ് 133, 143, 143, 161 പ്രൈം നമ്പർ അല്ല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ട്രിക്ക് 1ൽ പറയുന്ന 3 പോയിൻ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് 3 നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അടുത്ത നമുക്ക് ട്രിക്ക് 2 ഡിസ്കസ് ചെയ്യാം. ട്രിക്ക് 1 എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ട്രിക്ക് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രിക്ക് 2 എന്താണ്? ട്രിക്ക് 2 2ൽ ഒരു ചെറിയൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നമുക്ക് ആ തന്ന നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ട്രിക്ക് 2ൽ പറയുന്നത് വി ടേക്ക് ആൻ ഇൻറ്റിജർ ലാർജർ ദാൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ 239 എടുത്തു അല്ലേ. 239 തൊട്ട് മുമ്പുള്ള, അതായത് 239 വലിയ കംപ്ലീറ്റ് സ്ക്വയർ ഏതാ നമ്പർ നോക്കുക. അപ്പോൾ 239 ശേഷം വരുന്നത് 256 ആണ്. അതായത് 256. 256ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എത്രയാണെന്ന് നമുക്കറിയാം. 256 എന്ന് പറയുന്നത് 16ൻ്റെ സ്ക്വയറാണ് അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് 16 ആണെന്ന് അറിയാം. നമുക്കിവിടെ എന്തായി 16 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. ആ നമ്പർ ഇനി ആ കിട്ടിയ നമ്പറിന് തൊട്ട് മുമ്പുള്ള താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ടേക്ക് ദ പ്രൈം നമ്പേഴ്സ് ബിലോ 16. അതിലാണ്
13, 11, 7, 5, 3 and 2. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത് കിട്ടിയ നമ്പറിന് താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ് എല്ലാം എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞു, ഏതാണ് തന്ന നമ്പർ, ആ തന്ന നമ്പറിനെക്കാളും വലിയ കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കുക, സ്ക്വയർ ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കുക. അതിനുശേഷം അതിൻ്റെ കംപ്ലീറ്റ് സ്ക്വയറിൻ്റെ താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് ചെക്ക് ദ ഡിവിസിബിലിറ്റി ഓഫ് ദ നമ്പർ 239. നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. അങ്ങനെ യൂസിങ് ദ പ്രൈം നമ്പേഴ്സ്, നമുക്ക് അതിന് താഴെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ആ നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. അതായത് 239 13 കൊണ്ടും 11 കൊണ്ടും 7 കൊണ്ടും 5 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അതിപ്പം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കില്ല. അതായത് 239 ഈ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ, പൂർണ്ണമായും നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കില്ല. കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം, ഇതാണ് ഈ ഒരു പ്രൈം നമ്പറിൻ്റെ ടെസ്റ്റ് ഫോർ പ്രൈം നമ്പർ എന്ന് പറയുന്ന പോർഷനിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ഈസ് 881 എ പ്രൈം നമ്പർ? 881 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ആ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നുകൂടി ആ വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് 881 ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് ഫോർ പ്രൈം നമ്പർ എന്ന ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം. സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. താങ്ക് യു.